ഒന്ന്, നാം അനുഭവിക്കുന്ന അനുഗ്രഹം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി. ആരെങ്കിലും അവന്റെ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നത്, അവന് സമൃദ്ധമായ, അവന് ആവശ്യത്തിനുള്ള ഭക്ഷണമുണ്ട്, അവന് ശരീരത്തിന് ആഫിയത്തുണ്ട്, അങ്ങനെ ശരീരത്തിന് സൗകര്യങ്ങളുള്ള ഭക്ഷണമുള്ള ഒരു മനുഷ്യൻ അവന്റെ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ദുനിയാവ് അവൻ നേടിയിട്ടുണ്ട്. നമ്മൾ ദുനിയാവ് ലഭിച്ചവരാണ്. നമുക്ക് ശരീരത്തിന് പ്രയാസങ്ങളില്ല, പട്ടിണി നമ്മൾ അറിഞ്ഞിട്ടില്ല, മറ്റു പ്രയാസങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല. ആ അനുഗ്രഹങ്ങളെ കുറിച്ച് തിരിച്ചറിയണം. ഈ അനുഗ്രഹങ്ങൾക്ക് പടച്ചറപ്പിന്റെ മുന്നിൽ മറുപടി പറയണമെന്ന ബോധം പ്രോഫ്കോണിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ മുസ്ലിം സഹോദര, മുസ്ലിം സഹോദരി, നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ പരീക്ഷണം ഒരു തുടർച്ചയാണ്. അഹസിബന്നാസു അയ്യുത്രഖു അയ്യഖൂലു ആമന്നാ അയ്യഖൂലു ആമന്നാ. ഞങ്ങളിതാ മുഅ്മിനുകളാണെന്ന് പറയുന്നതോടുകൂടെ പരീക്ഷണങ്ങളില്ല എന്ന് നിങ്ങൾ കരുതുകയാണോ? വഹും ലാ യുഫ്തനൂൻ. പിന്നീട് പരീക്ഷണങ്ങളില്ല, പിന്നീട് പ്രയാസങ്ങളില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പരീക്ഷണങ്ങൾ ഉണ്ടാകും പ്രിയമുള്ളവരെ. സത്യത്തിന്റെ കൂടെ നിന്നാൽ, ഹക്കിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ, തൗഹീദിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ, ഇസ്ലാമിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പരീക്ഷണമുണ്ട്. ചില ആളുകൾ ചോദിക്കും, ഇവർക്ക് മാത്രം എന്തേ പ്രശ്നം, ഇവർക്ക് മാത്രം എന്തേ പ്രയാസം? അറിയാം ഞങ്ങൾക്ക്, ഈ ഭൂമി എന്നുള്ളത് പരീക്ഷണത്തിന്റെ ഭൂമിയാണ്. സ്വഹാബാക്കൾ പരീക്ഷിക്കപ്പെട്ടില്ലേ? അവര് ചോദിച്ചില്ലേ അള്ളാഹുവിന്റെ റസൂലിനോട്, മതാ നസ്റുല്ലാഹ്, എവിടെയാണ് സഹായം, എവിടെയാണ് സഹായം, എപ്പോഴാണ് സഹായം എത്തുക? അള്ളാഹു നൽകിയ ആശ്വാസത്തിന്റെ വാക്കുണ്ടല്ലോ, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. അറിയുക, അള്ളാഹുവിന്റെ സഹായം അരികിലുണ്ട്. നമുക്ക് പ്രതീക്ഷ ആ സഹായത്തിലാണ്. പ്രിയമുള്ളവരെ, പരീക്ഷണങ്ങൾ വന്നപ്പോ പരിഹസിക്കുന്നവരുണ്ടല്ലോ, മുസ്ലിമീങ്ങൾക്ക് മാത്രം പരീക്ഷണമെന്ന് പറയുന്നവരുണ്ടല്ലോ. അറിയുക, ആ പരീക്ഷണങ്ങളെ ഫലസ്തീനികളെ പിറകോട്ട് വലിപ്പിച്ചോ? ആ പരീക്ഷണങ്ങളെ അവരുടെ ദീനിൽ നിന്ന് അവർ പിറകോട്ട് പോയോ? ഇസ്ലാമായതുകൊണ്ടാണ് പരീക്ഷണം, മുസ്ലിം ആയതുകൊണ്ടാണ് പരീക്ഷണം, അതുകൊണ്ട് ഞങ്ങളിതാ നമസ്കാരം മാറ്റിവെക്കുന്നു എന്ന് അവർ തീരുമാനിച്ചോ? നിങ്ങൾ കാണുന്നില്ലേ, തകർന്ന കൂരയിൽ, പൊളിഞ്ഞ കൂരയിൽ അവരുടെ ആ കോൺക്രീറ്റ് പാളികൾ നീക്കി മുസല്ല വിരിച്ച് നെറ്റിത്തടം സുജൂദിൽ വെക്കുന്ന, നെറ്റിത്തടം പടച്ചറപ്പിന്റെ മുന്നിൽ വെക്കുന്ന ഫലസ്തീനി കുട്ടികളെ നിങ്ങൾ കാണുന്നില്ലേ? ഈ പരീക്ഷണങ്ങൾ വിശ്വാസിക്ക് അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക.